ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. രാവിലെ ഞാനൊരു ഹെൽത്തി ഡ്രിങ്കുമായിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ഹെൽത്തി ഡ്രിങ്ക് ഇതാണ്. നല്ല മഴയുണ്ട്. അപ്പം ഞാൻ ബാൽക്കണിയിൽ വന്നിരുന്നപ്പോൾ നല്ല തണുത്ത കാറ്റും മഴയും. അപ്പോൾ ഇവിടെ ഇരുന്ന് എന്നെ ഇന്നത്തെ ഹെൽത്തി ഡ്രിങ്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഡ്രിങ്ക് എടുത്തിട്ട് ബാൽക്കണിയിൽ വന്നിരുന്ന് കാഴ്ചകളും കണ്ട് മഴയും നോക്കി ഡ്രിങ്ക് ചെറു ചൂടോടുകൂടിയാണ് കുടിക്കുന്നത് കേട്ടോ. അങ്ങനെ രാവിലെ മോളെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ കാപ്പി കുടിക്കാനായിട്ട് നേരെ വീണ്ടും ബാൽക്കണിയിലോട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ കാപ്പി എന്ന് പറയുന്ന ഉപ്പുമാവും പപ്പടവുമാണ്. പുറത്ത് നല്ല മഴയുണ്ട്. തണുത്ത കാറ്റും കൊണ്ടാണ് ഞാൻ കാഴ്ചകളും കണ്ടൊക്കെയാണ് ഉപ്പുമാവ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ അമല വെച്ചിട്ട് ഒരു ഡീടോക്സിൻ വാട്ടർ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് നെല്ലിക്ക കട്ട് ചെയ്തു. അതിലേക്ക് ഒരു പിടി കൈ അളവിന് ഞാൻ കറിവേപ്പില എടുത്തു. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നല്ലപോലെ പേസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താലേ നമുക്ക് നെല്ലിക്ക പെട്ടെന്ന് അടിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ നെല്ലിക്ക ഞാൻ 10 നെല്ലിക്കയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനെ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ച ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയൊരു പീസ് ഇഞ്ചിയാണ് കേട്ടോ. അതിനെയും ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തതായി ഞാൻ ഇടാൻ പോകുന്നത് ഒരു പിടി കൈയളവിന് കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അതിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വെള്ളം ഒഴിച്ച് വെള്ളം പോലെ അടിച്ചെടുക്കാൻ പാടില്ല. ഇച്ചിരി കട്ടിയായിട്ട് നല്ലൊരു കട്ടിയായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ എടുക്കണം. ഇനി ഇതിനെ നല്ല രീതിക്ക് നല്ല പേസ്റ്റായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഓക്കെ, നമ്മുടെ ഡീടോക്സിങ് വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പയിൽ വെച്ച് നല്ല രീതിക്ക് അരിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ജ്യൂസ് കംപ്ലീറ്റായിട്ട് അരിച്ചെടുക്കണമെങ്കിൽ നമ്മളത് സ്പൂണ് വെച്ച് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ കൈ വെച്ച് തന്നെയാണ് അതിനെ നല്ല രീതിക്ക് പിഴിഞ്ഞ് അതിൻ്റെ ചാറെല്ലാം പിഴിഞ്ഞ് ഞാനതിനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു ഐസ് ക്യൂബ് ആക്കിയെടുക്കാനായിട്ട് ഐസ് മോൾഡിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിനെ ഒരു 4 hours നമ്മൾ ഫ്രീസറിൽ വെച്ച് നല്ല രീതിക്കൊന്ന് തണുപ്പിച്ചെടുക്കുക. അടുത്തതായി ഞാൻ ഉച്ചയ്ക്ക് 1:30 ആയപ്പോൾ ചോറ് കഴിച്ചു. ഇന്ന് ചോറിനോട് കറി എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയും നമ്മുടെ വാഴക്കൂമ്പ് തോരനും രസവും കൂട്ടിയാണ് കഴിച്ചത്. വൈകിട്ട് 5:30 ആയപ്പോഴത്തേക്കും ചായ കുടിച്ചു. ചായയോട് ഞാൻ ഇന്ന് എടുത്തത് മധുരക്കിഴങ്ങാണ്. നല്ല മധുരമുള്ള കിഴങ്ങായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ചെറിയ കിഴങ്ങാണെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ചായയും മധുരക്കിഴങ്ങുമാണ് ഞാൻ വൈകിട്ട് ചായയോടെ കുടിച്ചത്. പിന്നെ രാത്രി ഞാൻ കഴിക്കാനെടുത്തത് ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. ചപ്പാത്തി 2 ചപ്പാത്തിയാണ് എടുത്തത്. ചപ്പാത്തിയും ശകലം ചിക്കൻ കറിയും സാലഡും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ ചിക്കൻ്റെ പൊരിച്ച ഒരു പീസും ഉണ്ട്. അത് ഞാൻ നല്ല ഡ്രൈ ആയിട്ട് പൊരിച്ചെടുത്തതാണ്. പിന്നെ രാത്രി ഒരു ഗ്ലാസ് ഡീടോക്സിങ് വാട്ടറും കൂടിയാണ് കുടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഡയറ്റ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ അടുത്ത ഡേയിലെ ഡയറ്റിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. ബൈ.